സിദ്ധു ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഒരു യോക്ക് മോഡലുള്ള ഒരു സ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് തയ്ക്കുന്നത്. അപ്പോൾ യോക്കിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി അജ്രക്കിൻ്റെ ഒരു 1/2 മീറ്റർ എടുത്തിട്ടുണ്ട്. അത് ഇതാണ് ഫ്രണ്ട് വരുന്നത്. അതേപോലെ കുർത്തി തയ്ക്കാൻ വേണ്ടി 2 മീറ്ററിൻ്റെ 2.5 മീറ്ററിൻ്റെ ഫാബ്രിക്കും എടുത്തിട്ടുണ്ട്. ഇതും അജ്രക്ക് തന്നെയാണ്. ഇതിൻ്റെ ലൈനിങ്ങിനായിട്ട് 2 മീറ്റർ ബ്ലാക്കും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ കട്ടിങ്ങിലേക്ക് പോകാം. ഈ കുർത്തി ആദ്യം ഒന്ന് രണ്ടായിട്ട് മടക്കി പിന്നെ എന്നിട്ട് ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ട്, ഇപ്പം ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റോ ഹിപ്പിൻ്റെ മെഷർമെൻറ്റോ ഏതാണെന്ന് നിങ്ങൾക്ക് കൂടുന്നത് അത് വെച്ചിട്ട് ആ ഭാഗം വെച്ച് 4ആയിട്ട് മടക്കുക. ആദ്യം നമ്മൾ 2ആയിട്ട് മടക്കിയിട്ടു. പിന്നെ എന്നിട്ട് ചെസ്റ്റ് മെഷർമെൻ്റ് അനുസരിച്ച് നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ടോട്ടൽ ഈ കുർത്തിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 42 ഇഞ്ചാണ്. ഞാനിവിടെ കൊടുക്കുന്ന കുർത്തിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 42 ഇഞ്ച്. ഇത് കൃത്യം 42 ഇഞ്ചാണ്. ഞാനിപ്പോൾ ഉള്ളത് എടുക്കുവാണ്. 42. നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത് 7 ഇഞ്ച്. ഞാനിവിടെ കൊടുക്കുന്ന ഷോൾഡർ എന്ന് പറഞ്ഞാൽ 7 ഇഞ്ച്. താഴോട്ടും അതുപോലെ തന്നെ 7 ഇഞ്ച് കൊടുക്കുന്നത്. 7 ഇഞ്ച് മറ്റേ സൈഡിലും 7 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 7 ഇഞ്ചിൻ്റെ ഈ ചെസ്റ്റിൻ്റെ ലൈനാണ് നമ്മൾ ഈ 7 ഇഞ്ചിൻ്റെ ഇത് വരച്ചത്. ചെസ്റ്റ് ലൈൻ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇതിപ്പം ചെസ്റ്റ് ലൈന്. ഇനി നമുക്കിതുപോലെ ഹിപ്പ് ലൈൻ അങ്ങ് മാർക്ക് ചെയ്യാം. 14 ഇഞ്ച് ഹിപ്പിൻ്റെ ലെങ്ത്, 14 ഇഞ്ച്. അതേപോലെ സ്ലിറ്റിൻ്റെ ലെങ്ത് ഞാനിവിടെ കൊടുക്കുന്നത് 21 ഇഞ്ച്. മറ്റേ സൈഡിലും സ്ലിറ്റിൻ്റെ ലെങ്ത് കൊടുക്കുന്നത് 21 ഇഞ്ച്. എന്നിട്ട് ഈ ലൈൻസ് ഇതെല്ലാം നമുക്കൊന്ന്, ഇത് ഹിപ്പിൻ്റെ ലൈന്, ഇത് വേസ്റ്റിൻ്റെ ലൈന്, ഇത് ചെസ്റ്റിൻ്റെ ലൈന്. ഇനി എന്നിട്ട് നമുക്ക് നമ്മുടെ അളവുകൾ മാർക്ക് ചെയ്യാം. നമ്മുടെ ചെസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ, എൻ്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. 10 ഇഞ്ച് മാർക്ക് ചെയ്തു. 2 ഇഞ്ച് തയ്യൽ തുമ്പ്. വേസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ്. ഇവിടെയും 2 ഇഞ്ച് തയ്യൽ തുമ്പ്. ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. അവിടെ 1 ഇഞ്ച് മതിയെ നമുക്ക് തയ്യൽ തുമ്പ്, 1 ഇഞ്ച്. എന്നിട്ട് ഇത് താപ്പോട്ട് ഞാനൊന്ന് സ്ട്രെയിറ്റ് ലൈൻ ആക്കുക. ഈ 11 ഒന്നും കൂടെ ഇട്ടില്ലേ, 12 ഞാൻ താഴോട്ടാണ് അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. വരച്ചിട്ട് നമ്മളിവിടെ ഒന്ന് നോക്കണം. കറക്റ്റ് 12 തന്നെയാണ്. ഇനി എന്നിട്ട് ഈ ലൈൻസ് എല്ലാം തമ്മിലൊന്ന് ജോയിൻ്റ് ചെയ്യുക. ഇനി എന്നിട്ട് നമ്മുടെ ആം ഹോൾ വരയ്ക്കണം. ഇവിടെ ആം ഹോളിൻ്റെ ലെങ്ത് 7 ഇഞ്ച്. 7ൻ്റെ പകുതി എന്ന് പറയുന്നത് 3.5 ഇഞ്ച്. 3.5 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് വളച്ച് നമ്മൾ ഈ ചെസ്റ്റ് ലൈനിലേക്ക് ഒരു വരയ്ക്കും. അങ്ങനെ നമ്മൾ ആം ഹോള് ഷേപ്പ് ചെയ്തു. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ഇത് കട്ട് ചെയ്തു. ഇതുപോലെ തന്നെ ഒരു 1.5 ഇഞ്ച്
2 ഇഞ്ച് ലെങ്ത് കുറച്ച് നമ്മൾ ഇതേ സെയിം തന്നെ നമ്മൾ ലൈനിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കണേ. അത് ഇഷ്ടമുള്ളത് കുറച്ചാൽ മതി. 1.5 ഇഞ്ച് കുറയ്ക്കാം, 2 ഇഞ്ച് കുറയ്ക്കാം. അതിനിഷ്ടമുള്ളത് കുറച്ചിട്ട് ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ ഇതിൻ്റെ ഷോൾഡർ ഫോൾഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഫോൾഡിങ് ഒന്ന് മാറ്റി വിടണം. അങ്ങനെ നമുക്ക് ഫ്രണ്ടും ബാക്കും കിട്ടി. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഒരു പീസ് അങ്ങ് മാറ്റുക. ഒരു പീസ് മാറ്റിയിട്ട് ഫ്രണ്ട് മാത്രമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ ഒന്ന് കൈക്കുഴി ഒന്ന് കുഴിച്ച് വരയ്ക്കണം. ഫ്രണ്ടിൻ്റെ മാത്രമേ ഉള്ളേ. കൈക്കുഴി ഒന്ന് കുഴിച്ച് നമുക്കിതുപോലൊന്ന് കട്ട് ചെയ്യണം. അപ്പം ഞാൻ കട്ട് ചെയ്യുവാണേ. ഇത് കൈക്കുഴിയാണെന്നറിയാൻ വേണ്ടി ചെറിയൊരു കട്ടിങ്ങും കൊടുക്കുക. ഫ്രണ്ടാണെന്നറിയാൻ വേണ്ടി, ഫ്രണ്ടിൻ്റെ കൈക്കുഴിയാണെന്നറിയാൻ വേണ്ടി ഒരു കട്ടിങ്ങും കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. ഇങ്ങനെ സ്ലീവ് 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഏകദേശം ഒരളവിൽ ഞാനിങ്ങനെ അങ്ങ് 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. 14 ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി 15 ഇഞ്ച്. 15 ഇഞ്ച് ഞാൻ സ്ലീവിൻ്റെ ലെങ്ത് അങ്ങ് എടുക്കുവാണ്. 15 ഇഞ്ച്. എന്നിട്ട് അവിടെ വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്യാം. എൻ്റെ മുകളിലത്തെ സ്ലീവിൻ്റെ വണ്ണമെന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. 9 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ നിന്ന് താഴോട്ടൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ കോർണർ ഉണ്ടല്ലോ, നമ്മൾ ഫോൾഡാക്കിയ ആ കോർണറും ഈ 3.5 ഇഞ്ചിൻ്റെ ആ പോയിൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കണം. 9.25 ഇപ്പോൾ വരുന്നത്. ഈ ഇവിടെ നിന്ന് ഈ പോയിൻ്റ് വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത്, നീളമെന്ന് പറയുന്നത് 9.25. 9.25ൻ്റെ പകുതി, അതിൻ്റെ പകുതി കാണുന്നു. അതിൻ്റെ പകുതി നമുക്ക് ഇവിടെ കിട്ടും. അപ്പം പകുതി മാർക്ക് ചെയ്തു. പകുതി മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് ഈ കോർണറിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് ചെറിയൊരു ഷേപ്പാക്കി വന്ന് നമ്മൾ പകുതി മാർക്ക് ചെയ്തിട്ട് അവിടെ കൊണ്ട് മുട്ടിക്കുക. പിന്നെ എന്നിട്ട് അവിടെ നിന്ന് വളച്ച് നമ്മൾ മാർക്കിക്കൊണ്ട് മുട്ടിക്കുക. അപ്പം ഇവിടെ വരെയാണ് നമ്മുടെ കറക്റ്റ്. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് തയ്യൽ തുമ്പൂടെ വേണമല്ലോ, 2 ഇഞ്ച് തയ്യൽ തുമ്പും കിട്ടും. ഇനി എന്നിട്ട് അപ്പോൾ ഇത് കറക്റ്റായിട്ടൊന്ന് വരച്ച് കാണിക്കാമേ. ഇങ്ങനെ കിട്ടും. ഇനി എന്ന് താഴത്തെ നമ്മുടെ വണ്ണമെന്ന് പറയുന്നത്, കൈവണ്ണമെന്ന് പറയുന്നത് 6. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 8. എന്നിട്ട് ഇത് തമ്മിലൊന്ന് തയ്യൽ തുമ്പും തമ്മിൽ ഒന്ന് വരയ്ക്കാം. എന്നിട്ട് നമുക്കിതങ്ങോട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് ചെറിയ ഒരു ഷേപ്പിൽ വരണേ. വന്നിട്ട് ഇത് പിന്നെ നമ്മൾ വരച്ച രീതിയിൽ നമ്മൾ കട്ട് ചെയ്യണം. എന്നിട്ട് ഈ സ്ലീവിൻ്റെ കൈക്കുഴി മാർക്ക് ചെയ്യണം. കൈക്കുഴി ഒന്ന് കുഴിച്ച് വെക്കണം. അതിന് വേണ്ടി നമ്മുടെ നല്ല വശത്തിൻ്റെ മുകളിൽ സ്ലീവിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് ആദ്യം വെക്കണം. മനസ്സിലായോ? ഫേസ് ടു ഫേസ് വെച്ചിട്ടേ നമ്മൾ കൈ കുഴിച്ചു വിട്ടാൽ. ഇതെന്ന് വെച്ചാൽ പ്ലെയിൻ തുണിയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പം വരത്തില്ല. ഇതുപോലെ പ്രിൻ്റഡ് തുണിയായതുകൊണ്ട് ഒരേ വശത്ത് തന്നെ രണ്ടും കൂടെ കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് കറക്റ്റിന് വെച്ചിട്ട്
എന്നിട്ട് 1/2 ഇഞ്ച് ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്യണം. കുഴിച്ച് മാറ്റി ഇനി എന്നിട്ട് ഇത് ഫ്രണ്ടിൻ്റെ കൈക്കുഴിയാണെന്നറിയാൻ വേണ്ടി ഇവിടെ ഒരു കട്ടിങ് വെക്കണം. അതിനുള്ള തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ തുണി ഞാൻ 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗം മാത്രമല്ലേ ഉള്ളൂ. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 14 ഇഞ്ച്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി 15 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം 2 ഭാഗത്തും ഒരേപോലെ കിട്ടാൻ വേണ്ടി 2 വശത്തും 15 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതങ്ങ് വരച്ചു. എന്നിട്ട് നമ്മളിതിൻ്റെ വീതി എടുക്കുന്നത് 6 ഇഞ്ച്. 6 ഇഞ്ച് വീതിയും മാർക്ക് ചെയ്തു. ഇതെന്നിട്ട് നമുക്കൊരു ബോക്സ് പോലെ ഒന്ന് വരയ്ക്കാം. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇത് യോക്കിന് വേണ്ടിയുള്ള പീസാണ്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ സ്ലീവിൻ്റെ താഴ്വശത്ത് വെക്കാനുള്ള പടി കട്ട് ചെയ്യുകയാണ്. 2 പീസ് വേണമല്ലോ നമ്മുടെ സ്ലീവിൻ്റെ താഴ്വശം വെക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഈ തുണി തന്നെ 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ 2 വശം കിട്ടണ്ടേ. ഇതൊരു 4 ഇഞ്ച് ലെങ്തിൽ ഞാൻ അങ്ങ് എടുക്കുവാണ്. 2 പീസ് 4 ഇഞ്ച് ലെങ്തിൽ പീസ് അങ്ങ് വെട്ടിയെടുത്താണ്. 4 ഇഞ്ച് ലെങ്തിൽ. എന്നിട്ട് ഇത് 2 പീസാക്കണം. അങ്ങനെ നമ്മുടെ സ്ലീവിൻ്റെ അവിടെ വെക്കാനുള്ള 4 ഇഞ്ച് നീളത്തിലുള്ള, നീളമെന്ന് ഉദ്ദേശിച്ചതാണ്, നീളത്തിലുള്ള പീസ്. എന്നിട്ട് നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ തയ്ച്ച് കഴിഞ്ഞിട്ട് ബാക്കി വന്നാൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ യോക്കിൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, യോക്കിൽ പോട്ട്ലി ബട്ടൺ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പോട്ട്ലി ബട്ടൺ പിടിപ്പിക്കാനായിട്ട് ഒരു 2 ഇഞ്ച് നീളത്തിൽ, അല്ല 2 or 2.5 ഇഞ്ചോ വണ്ണത്തിൽ വിട്ടിലുള്ള ഒരു പീസ് തുണി വേണം. ഇതിപ്പം 3 ഇഞ്ചുണ്ട്. 3 ഇഞ്ചായാലും കുഴപ്പമില്ല. ഇതുപോലൊരു പീസ് ഒരു തുണി ഞാൻ എടുക്കുവാണെങ്കിൽ, ഇതെന്തിനാണ് എടുക്കുന്നതെന്ന് ഇങ്ങനെ സ്റ്റിച്ചിങ്ങിനകത്തിൽ പറയാം. അപ്പം നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് ചെയ്യണം. നമുക്ക് ഈ കുർത്തിയുടെ സ്റ്റിച്ചിങ് നോക്കാമേ. ആദ്യം നമ്മൾ ഈ കുർത്തിയുടെ ഫ്രണ്ട് ഭാഗം നിവർത്തിയിടുക. എന്നിട്ട് അതിലുള്ള യോക്കിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്തു. അതിൻ്റെ സെൻറ്ററും ഈ കുർത്തിയുടെ സെൻറ്ററും തമ്മിൽ ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുക. കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ എന്നിട്ട് 1/2 ഇഞ്ചിൽ മടക്കി ഇതുമായിട്ടൊന്ന് 1/2 ഇഞ്ചിൽ ഈ സൈഡും 1/2 ഇഞ്ചിൽ ഇങ്ങനെ മടക്കിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഈ താഴ്ഭാഗം 1/2 ഇഞ്ചിൽ മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഈ സൈഡും നമുക്ക് 1/2 ഇഞ്ചിൽ മടക്കി ഇതുമായിട്ടൊന്ന് ഫിക്സ് ചെയ്യണം. ഇതിൻ്റെ അടിയിൽ ലൈനിങ് ഒന്നും ഇട്ടിട്ടില്ലേ, നമ്മൾ നല്ല തുണിയുടെ മണ്ടയിലാണ് നമ്മളിത് ഫിക്സ് ചെയ്യുന്നത്. നമ്മളെന്നിട്ട് ഈ തുണി തിരിച്ചിട്ട് നമ്മൾ ഇതിലേക്കൂടെ 1/2 ഇഞ്ചിൽ നമ്മൾ അടിക്കണേ.
യോക്കിൽ നമ്മൾ ചെയ്യുന്ന പീസ് 3 വശവും പിടിപ്പിച്ചു. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു ലൈൻ വരച്ചിട്ടുണ്ട്, സെൻറ്ററാണെന്നറിയാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ ഈ ലൈനിൽ കൂടെ നമ്മളൊരു കട്ട് കൊടുക്കണം. ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം കട്ട് കൊടുക്കാൻ. ഫുള്ളേ കട്ട് ചെയ്യരുത്, കുറച്ച് ഭാഗം ഇത്രയും അങ്ങ് വിട്ടേക്കണം. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കി അങ്ങ് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഇനി എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ ഇറക്കം നോക്കണം. ഇവിടെ 1/2 ഇഞ്ച് വിട്ടിട്ട് നെക്കിൻ്റെ ഇറക്കം വരുന്നത് 5.5 ഇഞ്ചാണ്. ആ 5.5 ഇഞ്ചിൻ്റെ താഴോട്ട് വേണം നമ്മൾ പോട്ട്ലി ബട്ടണ് ഫിക്സ് ചെയ്യാൻ. ആ 5.5 ഇഞ്ചിൽ നിന്ന് ഓരോ ഇഞ്ച് ഇടവിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 അല്ലെങ്കിൽ 1.5 ആയാലും മതി. നിങ്ങൾക്ക് എത്ര ഗ്യാപ്പാണോ വേണ്ടേ അത്രയും ഗ്യാപ്പിൽ നമുക്ക് പോട്ട്ലി ബട്ടണ് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ പോട്ട്ലി ബട്ടൺ വെക്കേണ്ടത് ഇങ്ങനെയാണ്. നമ്മളിത് ഓരോ ഇടത്തും ഇങ്ങനെ വെച്ച് താഴോട്ട് വരണം. നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വേണ്ടാത്ത ഭാഗം നമുക്കിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. മൊത്തം കട്ട് ചെയ്യണ്ട, നമുക്ക് വേറൊരു പീസ് തുണിയുമായിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളതൊന്ന് വെട്ടിയിട്ട് ബാക്കി അങ്ങ് കട്ട് ചെയ്ത് കളയുക. ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പീസിൽ 14 ഇഞ്ച് എവിടെ വരുന്നു അവിടെ നമ്മളൊരു വര വരച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ നോക്കി നമുക്കൊന്ന് കട്ട് ചെയ്യണം. ഈ 14 ഇഞ്ചിൻ്റെ അവിടെ വരെ കട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ 3 ഇഞ്ച് 1.5 ഇഞ്ച് ഇതിൽ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യണം. 1.5 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ വരെ സെൻറ്റർ ഇതൊന്ന് കട്ട് ചെയ്ത് പോകണം. എന്നിട്ട് കുറച്ച് താഴോട്ട് നീക്കി ഒന്ന് കട്ട് ചെയ്യാം. ഇങ്ങനെ നമുക്ക് കിട്ടണം. എന്നിട്ട് ഇത് നമുക്കിപ്പോൾ തുണിയിലോട്ട് വെക്കാം. നമുക്കിത് എന്നിട്ട് അറ്റത്തോടിട്ട് 1/4 ഇഞ്ചിൽ നമുക്കൊന്ന് താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ഫൂട്ട് മാറ്റിയിട്ടില്ല, ഈ സിംഗിൾ ഫൂട്ട് തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. എന്നിട്ട് തിരിച്ച് ഈ ഭാഗത്തോട്ട് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഭാഗം നമ്മളിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. ഫോൾഡ് ചെയ്തിട്ട് പോട്ട്ലി ബട്ടൺ ഇങ്ങനെ അപ്പം നമ്മുടെ വെളിയിലോട്ട് വരും. എന്നിട്ട് അങ്ങനെ വെച്ചിട്ട് ഇത് നിവർത്തിയും വെക്കുക. ഈ ഭാഗത്ത് വേണേൽ ഒരു സ്റ്റിച്ചിങ്ങോടെ കൊടുക്കുക. എന്നിട്ട് ഈ പീസ് ഇങ്ങനെ അകത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മണ്ടയെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് താഴോട്ടം കൊടുക്കുക. എന്നിട്ട് ഇതേ കൂടെ നമ്മൾ കറക്റ്റൊരു സ്റ്റിച്ച് താഴോട്ട് കൊടുക്കുക. ഇനി എന്നിട്ട് നമുക്ക് നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ലൈനിങ് വെച്ചിട്ട് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ലൈനിങ് എടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ
നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ച്. ഇത് ഫ്രണ്ടിൻ്റെ നെക്കിൻ്റെ ലെങ്താണ്. താഴോട്ട് നമ്മൾ 5.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. ഒരു 1/2 ഇഞ്ച് മേളിൽ പോകുന്നുണ്ട്. 6 ഇഞ്ച്. എന്നിട്ടും ഇവിടെയും 3 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത്. എന്നിട്ട് ഇതൊരു യു ഷേപ്പിൽ വരയ്ക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. നെക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മുടെ 3 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടേക്ക് ഈ ലൈനിങ്ങിൻ്റെ പീസ് വെച്ചിട്ട് നമ്മൾ 1/4 ഇഞ്ചിലൊന്ന് നെക്ക് നമ്മൾ റൗണ്ടേ 1/4 ഇഞ്ചിൽ അടിക്കാം. ഞാനങ്ങനെ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മൾ സ്റ്റിച്ചിങ്ങിൽ കൊള്ളാതെ ഓരോ ഇഞ്ച് ഇടവിട്ട് ഓരോ കട്ടിങ് ചെറിയ രീതിയിൽ ഓരോ കട്ടിങ് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് തിരിച്ചിടുക, ലൈനിങ്ങിന് തിരിച്ചിടുക. അപ്പം നമ്മളിങ്ങനെ തിരിച്ചിടുമ്പോൾ നമ്മുടെ നെക്ക് കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് ഇതിന് അറ്റത്തൂടെ നമുക്കൊരു സ്റ്റിച്ചിങ് കൊടുത്താൽ മതി. എന്നിട്ട് ഇതേ രീതി നമ്മുടെ ബ്ലാക്കും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബാക്കിൻ്റെ നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. അത് വെച്ചിട്ട് ഇതേപോലെ നമ്മുടെ ബാക്കിൻ്റെ നെക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ കുർത്തി 3 ഇഞ്ചിൽ ബാക്കിൻ്റെ നെക്ക് 3 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തേ. നമുക്കിതങ്ങ് കട്ട് ചെയ്യാം. എന്നിട്ട് ഫ്രണ്ട് ചെയ്തതുപോലെ ഓരോ ഇഞ്ച് ഇടവിട്ട് നമുക്ക് ഓരോ സ്റ്റിച്ച് അങ്ങ് കൊടുക്കാം. എന്നിട്ട് ഇത് നിവർത്തിയിടാം. ഇവിടെ കൂടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ സ്റ്റിച്ച് ചെയ്യാമേ. അപ്പോൾ ഞാനിങ്ങനെ ബാക്ക് ഫുള്ള് ഞാൻ നിവർത്തിയിട്ടിട്ടുണ്ട്. നിവർത്തിയിട്ടിട്ട് ഇതിൻ്റെ നല്ല വശമില്ല, ബാക്കിൻ്റെ നല്ല വശത്തോട്ട് ഫ്രണ്ടിൻ്റെ നല്ല വശം കൊണ്ടുവച്ച് ഷോൾഡറും ഒരുപോലെ വെക്കണം. ഒരുപോലെ വെച്ചിട്ട് അതിൻ്റെ മേലെ ലൈനിങ് വരണം. ലൈനിങ്ങിൻ്റെ മണ്ടേ തന്നെ ലൈനിങ്ങും വെച്ചിട്ട് നമ്മൾ 1/2 ഇഞ്ചിലൊരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. ഇതേപോലെ ഈ ഭാഗത്തും കൊടുക്കണം. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാമേ. സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുണിയുടെ പന്നവശം എടുക്കുക. ഇതിപ്പം ഇത്രയും ലെങ്ത്തിലാണ് ഞാൻ ഇത് രണ്ടായിട്ട് അങ്ങ് മടക്കിയിട്ട് എനിക്ക് ഇത്രയും വിട്ട് മതിയേ. എന്നിട്ട് സ്ലീവിൻ്റെ പന്നവശത്തിട്ടിട്ട് 1/2 ഇഞ്ചിൽ ഒരു സ്റ്റിച്ച് കൊടുത്തു. നമ്മൾ 2 സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി സ്ലീവ് പിടിപ്പിക്കാം. ഇതിപ്പോൾ ഷോൾഡറിൻ്റെ നല്ല വശം. എന്നിട്ട് ഇതിൻ്റെ സ്ലീവിൻ്റെ നല്ല വശവും തമ്മിൽ നമ്മൾ സ്ലീവിൻ്റെ നല്ല വശവും തമ്മിൽ 1/2 ഇഞ്ചിൽ നമ്മൾ താപ്പോട്ട് ബാക്കിലോട്ട് സ്റ്റിച്ച് ചെയ്യുക. 1/2 ഇഞ്ചിൽ ഫ്രണ്ടിലോട്ട് സ്റ്റിച്ച് ചെയ്യുക. ഫ്രണ്ട് നോക്കുമ്പോൾ നമ്മളിവിടെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്, അതേ ഫ്രണ്ടിൽ വരാവും. അങ്ങനെ 2 കൈയും സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മുടെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്യുക. നമ്മുടെ ഈ കുർത്തി ഒന്ന് ഷേപ്പ് ചെയ്യാൻ പോവാണേ. ആദ്യം നമ്മുടെ കൈയുടെ വണ്ണം എടുക്കുക. കൈയുടെ വണ്ണം ഞാനിവിടെ എടുത്തേക്കുന്നത് 6 ഇഞ്ച്. പിന്നെ നമ്മുടെ ഷോർട്ട് സ്ലീവിൻ്റെ വണ്ണവും കൂടെ എടുക്കണം. അതിവിടെ ഞാൻ എടുത്തേക്കുന്നത് 7.5 ഇഞ്ച്. അങ്ങനെ 2 കൈയിൽ അടയാളപ്പെടുത്തുക. പിന്നെ എന്നിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം ആദ്യം ഈ ഒരു സൈഡ് മൊത്തത്തെ വണ്ണം എടുക്കുക. വണ്ണം എടുത്തിട്ട് അതിൻ്റെ പകുതി എടുക്കുക. ആ പകുതിയിൽ നിന്ന് നമ്മുടെ 4/1 ചെസ്റ്റ് എത്രയാണോ, എൻ്റെ 10 ആണ്, 10 ഇങ്ങോട്ടും അടയാളപ്പെടുത്തി 10 അങ്ങോട്ടും അടയാളപ്പെടുത്തി, അങ്ങനെ 20. ഇനി എന്നിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്യുക. ഷോൾഡറിൽ നിന്ന് ഒരു 13 ഇഞ്ച് ആണ്, 13.5 ഇഞ്ചാണ് ഞാൻ വേസ്റ്റിൻ്റെ നീളം എടുത്തേക്കുന്നത്. അവിടെ നിന്നും ഇതേപോലെ 2 സൈഡിലോട്ടുള്ള വണ്ണം എടുക്കുക. അതിൻ്റെ പകുതി കാണുക. എന്നിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ വണ്ണം എത്രയാണ്, ഇവിടെ 8.5 ഇങ്ങോട്ടും 8.5 എടുത്തു, അങ്ങോട്ടും 8.5 എടുത്തു. അതേപോലെ തന്നെ നമ്മൾ ഹിപ്പിൻ്റെയും ചെയ്യണം.
അങ്ങനെ ഹിപ്പിൻ്റെയും ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഈ കൈയുടെ അറ്റം തൊട്ട് എന്നിട്ട് നമ്മൾ ഈ വരച്ചേക്കുന്ന മാർക്കിൽ ഇവിടെ വരെ കൊണ്ടുവന്ന് നമ്മൾ നിർത്തുക. ഇവിടെ നമ്മുടെ ഹിപ്പിൻ്റെ അവിടെ വരെ കൊണ്ട് നമ്മൾ നിർത്തിയിട്ട് നമ്മളെന്ത് സ്ലിറ്റ് അടിക്കണം. അപ്പോൾ ഇതൊന്ന് കാണിക്കാണ്. ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിറ്റ് അടിക്കാം. സ്ലിറ്റ് അടിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ ഈ ലൈനിങ്ങിൻ്റെ ഭാഗങ്ങൾ തമ്മിൽ നമുക്കൊന്ന് മടക്കി അടിക്കണം. ലൈനിങ് മടക്കി അടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കുക, പിന്നെ ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് ഇതിലേക്കൊരു സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ 2 ലൈനിങ്ങിലും സ്റ്റിച്ച് കൊടുക്കണം. മടക്കി അടിച്ചിട്ടുണ്ട്. ഇതുപോലെ ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് സ്ലിറ്റ് അടിക്കാം. ആദ്യം നമ്മുടെ ഈ 2 ഭാഗം ഉണ്ടല്ലോ, നല്ല തുണി, ഒരു നല്ല തുണിയുടെ ലൈനിങ് ഭാഗവും നല്ല തുണിയും തമ്മിൽ ചേർത്ത് പിടിക്കുക. ചേർത്ത് പിടിച്ച് ആദ്യം നമ്മൾ 1/2 ഇഞ്ച് മടക്കുക, പിന്നെ നമ്മൾ 1/2 ഇഞ്ച് മടക്കുക. ആദ്യം ഒന്ന് 1/2 ഇഞ്ച് മടക്കുക, പിന്നെ 1/2 ഇഞ്ച് മടക്കിയിട്ട് ഈ മടക്ക് വരുന്ന ഈ ഭാഗത്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുത്തു പോവുക. മേലോട്ട് നമ്മൾ ആ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് കൊടുത്തിട്ട് ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് ഇവിടെ വരെ കൊണ്ടുവന്ന് നമ്മൾ അറ്റത്തൂടെ സ്റ്റിച്ച് കൊടുത്തിട്ട് ഇങ്ങോട്ട് തിരിക്കണം. നമ്മൾ ഇങ്ങോട്ട് തിരിച്ചിട്ട് അതേപോലെ ഈ ഭാഗവും ഇതേപോലെ മടക്കി ഈ കോണി കൊണ്ടുവന്നിട്ട് താഴോട്ട് അതേ രീതിയിൽ പോകണം. എന്ന് വെച്ചാൽ ഇവിടെ 1/2 ഇഞ്ച് മടക്കി നമ്മൾ ഈ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഒരു പിന്നെ ചതുര ഷേപ്പിൽ വന്നിട്ട് താഴോട്ട് അതേ രീതിയിൽ പോകണം. ഈ സൈഡിൽ കൂടെ അടിച്ചു, ഈ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ഈ കുത്തി നിർത്തിയേക്കുന്നതിൽ നിന്ന് 1/2 ഇഞ്ച് മേലോട്ട് വെച്ച് ഇവിടെ ഒരു സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് താഴോട്ട് ആ സ്റ്റിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വേണം താഴോട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇനി എന്നിട്ട് നമ്മൾ ഈ മടക്കിയ ഭാഗം ഉണ്ടല്ലോ, മടക്കിയ ഭാഗം തൊട്ട് ഇങ്ങനെ മേലോട്ട് വരിക. അതിൻ്റെ പറ്റ വന്നിട്ട് ഇവിടെ തൊട്ട് ഇങ്ങനെ തന്നെ വന്ന് താഴോട്ട് പോകുക. എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് അടിഭാഗം മടക്കിയെടുക്കണം. അതിന് ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കുക, പിന്നെ ഒരു 1/2 ഇഞ്ച് മടക്കുക. എന്നിട്ട് ഈ സൈഡിൽ വടിക്കണം, ഈ സൈഡിൽ 2 സൈഡിൽ ഓരോ അടിപ്പ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കുർത്തിയുടെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. താങ്ക് യു.